ഇനി നമുക്ക് അടുത്ത കാർഡിലേക്ക് പോവാം. ഇത് 2 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് വേണ്ടത്. അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 2 എന്ന് പറയുന്ന കാർഡുകളെല്ലാം നമ്മൾ അഫർമേഷൻ എന്ന് പറയും. അതായത് നമുക്കൊരു ഐഡിയ വന്നു, അത് പിന്തുടരണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു സ്റ്റേജ് ആണ് എല്ലാ 2കൾ എന്ന് പറയുന്നത്. എല്ലാ രണ്ടിലും ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ ഐഡിയയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കും. അപ്പോൾ ഈ കാർഡ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ഞാൻ ഈ കാർഡ് തൽക്കാലം ഇതാക്കുന്നു, ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതില് 2 വോൺസ് നമുക്ക് കാണാൻ പറ്റും. ഇതില് വളരെ പണക്കാരനായിട്ടൊരു വ്യക്തിയാണ് ഇയാൾ. കാരണം ഇയാൾ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു കോട്ടയുടെ മുകളിലാണ് ഇയാൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഇയാളുടെ മുന്നിൽ ഒരു കടല് കാണാം. നേരത്തെ കണ്ട ആ മൗണ്ടൻസ് ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്, ചുവന്ന പൂവ് വെള്ളപ്പൂകളും ഉണ്ട്. ഇത് അയാളുടെ ഫെയ്ത്ത് ആണ് ഈ ക്രോസ് സിംബലൈസ് ചെയ്യുന്നത്. റെഡ് എന്ന് പറയുന്നത് അയാളുടെ സ്നേഹവും, ഇതെന്ന് പറയുന്നത് അയാളുടെ സ്പിരിച്വൽ, അതായത് പ്യൂരിറ്റി ഓഫ് ഹാർട്ടുമാണ് കാണിക്കുന്നത്. ഓറഞ്ച് വസ്ത്രമാണ് അയാൾ ധരിച്ചിട്ടുള്ളത്. അതിനർത്ഥം അയാൾക്ക് എന്താ പറയാ, അയാളുടെ ഗോള് എനർജറ്റിക് ആണെന്നുള്ളതാണ് ഓറഞ്ച്. റെഡ് എന്ന് പറയുന്നത് അയാളുടെ പാഷനാണ് സൂചിപ്പിക്കുന്നത്. വളരെ സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗ്ലോബ് ഉണ്ട്. ഈ ഗ്ലോബിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇയാളുടെ ലോകം എന്ന് പറയുന്നത്. വേറെ ഒന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് എപ്പോഴും ഒരു പാഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ മറ്റാര് പറയുന്നതും കേൾക്കില്ല, നമ്മൾ ഇതിലേക്കാണ് നോക്കുക. അപ്പോ ഈ കാർഡ് നമുക്ക് വരുമ്പോൾ, ഈ കാർഡ് നമുക്ക് വരുന്ന സന്ദേശമാണ് നമ്മൾ അറിയേണ്ടത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത് അതുമായിട്ട് മുന്നോട്ട് പോകുക. ഈ കാർഡ് നമ്മളോട് പറയുന്നത്, നമുക്കിപ്പോ ഒരു ഡൗട്ട് ഉണ്ടാവും, നമുക്കത് ചെയ്യണോ വേണ്ടയോ, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഹാംലെറ്റ് പറയുന്ന പോലെയാണ്. അപ്പൊ ഈ കാർഡ് നമ്മളോട് പറയുന്നത്, നിങ്ങൾക്കിപ്പോ ഒരു പൊട്ടൻഷ്യൽ വന്നിട്ടുണ്ട്, ഇതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഇപ്പോ നിങ്ങളുടെ ഇത് ഉറപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിൽ. അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് ഓരോ കാർഡും ഓരോ മെസ്സേജ് ആണ് തരിക. അപ്പൊ ഈ കാർഡ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്റ്റ്യൂ എന്ന് പറയുന്നത് അഫർമേഷൻ ആണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ ശങ്ക വേണ്ട, നിങ്ങൾ എന്താണോ മനസ്സിൽ വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് ആലോചിക്കുക, അതുമായി മുന്നോട്ട് പോകാം നിങ്ങൾക്ക് എന്നുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് ഇത് പറയുന്നത്.